കഴിഞ്ഞ 2 മാസം വരെയും ചില പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ കഞ്ഞി വാങ്ങി കുടിച്ചിരുന്നത് അല്ലെങ്കിൽ അരിയാഹാരം കഴിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്ത വിറ്റുകൊണ്ടാണ് എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. ചില ഘട്ടം വരെ അത് ശരിയാണെന്ന് പലർക്കും തോന്നിയിട്ടുമുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിട്ടും, എന്തിനേറെ പറയുന്നു, സുപ്രീം കോടതിയുടെ വിധി വന്നിട്ട് പോലും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിച്ച് ചീന്താൻ അല്ലെങ്കിൽ വലിച്ചൊട്ടിക്കാൻ, വലിച്ചു കീറി ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ആ രാക്ഷസ കൂട്ടങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. ഇപ്പോൾ അങ്ങനെ മിണ്ടാതിരിക്കാൻ ഇനി തയ്യാറല്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ നിന്നും തനിക്ക് അനുകൂലമായ വിധി വന്നിട്ടും തന്നെ ഇങ്ങനെ വേട്ടയാടുന്ന അടിമ മാധ്യമങ്ങളെ സത്യത്തിൽ ചാട്ടവാറിനടിച്ചിറക്കുകയാണ് രാഹുൽ മാങ്കൂട്ടമെന്ന് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ ദിവസം വന്ന ഹൈക്കോടതിയുടെ ഈ ഒരു വാദത്തെ സുപ്രീം കോടതി അതിലെ ചില ഖണ്ഡങ്ങൾ മാറ്റുകയും ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ ജാമ്യത്തിൽ തൊടാൻ തൽക്കാലം തയ്യാറല്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതി രാഹുലിന് അനുകൂലമായ വിധിയാണ് പ്രസ്താവിച്ചത്. എന്നിട്ടും രാഹുലിന് തിരിച്ചടി എന്ന മാധ്യമ തലക്കെട്ടോടുകൂടി വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾക്കെതിരെയാണ് ഇപ്പോഴിതാ രാഹുൽ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനം, നേരത്തെ സൂചിപ്പിച്ച പോലെ ചാട്ടവാറിനടിച്ച് ഇറക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. രാഹുലിന്റെ പോസ്റ്റ് കഴിഞ്ഞ കുറെ നാളുകളായി എല്ലാവരും ഇല്ല എന്ന് രാഹുൽ പ്രത്യേകം പറയുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഒരു സംഘം സർക്കാർ വാലാട്ടികളായ അടിമ മാധ്യമ തൊഴിലാളികളുടെ അജണ്ടയിലാണ് എനിക്കെതിരെയുള്ള കേസുകളുടെ വാർത്ത പോകുന്നത്. ഇന്നും അത്തരം വാർത്ത തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷ അവർ തെറ്റിച്ചതുമില്ല. എനിക്കെതിരെ ആദ്യ പരാതിക്കാരി ഹൈക്കോടതി നൽകിയ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയിരുന്നു. ആ പോയതിന് പൊടിപ്പും തൊങ്ങലും വെച്ച് നല്ല പ്രാധാന്യം ഈ അടിമ സംഘം കൊടുത്തിരുന്നു. ഇന്നാണ് ആ ഹർജി, അതായത് ഇന്നലെയാണ് ആ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചത്. എന്നാൽ സുപ്രീം കോടതി ആ ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. എന്നിട്ടും ചിലരുടെ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി. യാഥാർത്ഥ്യം പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ എനിക്കൊരു അഭിഭാഷകൻ പോലും ഇല്ലായിരുന്നു. എനിക്ക് നോട്ടീസ് പോലും തരാതെ സുപ്രീം കോടതിയുടെ സ്വന്തം ബോധ്യത്തിലാണ് ഹൈക്കോടതി നൽകിയ മുൻകൂർ ജാമ്യം നിലനിർത്തിയത്. ഒരു സംഘം അടിമകളായ മാധ്യമ പ്രവർത്തകർ ശ്വാസം അടുക്കിപ്പിടിച്ച് എത്ര വായിട്ടടച്ചാലും ശബ്ദ മലിനീകരണം ഉണ്ടാക്കുമെന്നല്ലാതെ ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ആദ്യ ദിവസം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഞാൻ ഈ വിഷയത്തിൽ ഈ രാജ്യത്തെ ഒരു നിയമങ്ങൾക്കും വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. സെഷൻസ് കോടതി തൊട്ട് സുപ്രീം കോടതി വരെ ആയിട്ട് ഇന്നത്തെ ദിവസം വരെ നിങ്ങൾ ഒരു സംഘം അടിമ മാധ്യമ തൊഴിലാളികൾ പടച്ചുവിട്ട ഏതെങ്കിലും ഒരു ആരോപണം ഏതെങ്കിലും ഒരു കോടതി ശരിവെച്ചിട്ടുണ്ടോ? നിങ്ങൾ വിളിച്ചുകൂവിയ ഏതെങ്കിലും ആരോപണങ്ങൾക്ക് തെളിവിന്റെ ഒരു ചെറിയ കടലാസ് കഷ്ണമെങ്കിലും ഹാജരാക്കാൻ പറ്റിയോ? ആദ്യം മുതൽ ഞാൻ പറയും പോലെ എത്ര വൈകിയാലും സത്യം പുറത്തു വരും. ഗൂഢാലോചനയുടെ ഉൾപ്പെടെയുള്ള കൃത്യമായ തെളിവുകൾ കയ്യിലുള്ള ആത്മവിശ്വാസത്തിൽ തന്നെ പറയുന്നു. ആ സത്യം കോടതിക്ക് ബോധ്യമായതുപോലെ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും ബോധ്യമാകും. നിങ്ങൾ നാടകീയമായി അവതരിപ്പിച്ചാലും ബഹളം വെച്ചാലും കള്ളം ഒരിക്കലും സത്യമാകില്ല. സത്യമേ ജയിക്കൂ. ആ സത്യം എൻ്റെ ഭാഗത്താണ്. അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ വാങ്ങിയ പൈസയ്ക്കുള്ള പണി ചെയ്തുകൊള്ളൂ അടിമകളെ എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ ഇതുവരെയും ഇങ്ങനെ ഒരു രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം രാഹുലിന്റെ ഈ ഒരു കേസിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നിട്ടും രാഹുലിന്റെ അനുകൂലമായി രാഹുൽ പറഞ്ഞ പോലെ തനിക്ക് വേണ്ടി ഒരു വക്കീൽ പോലും സുപ്രീം കോടതിയിൽ ഇല്ലായിരുന്നു. എന്നിട്ടാണ് സുപ്രീം കോടതി കേസ് പരിശോധിച്ചതിന് ശേഷമാണ് തനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചത്. എന്നിട്ടും ഈ തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നതിനെതിരെയാണ് രാഹുൽ പൊട്ടിത്തെറിച്ചത്. അതിജീവിതനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിജീവിതനൊപ്പം എതിർചേരിയിലെ കൊള്ളാവുന്നവരെ കേസിൽപ്പെടുത്തി ഇല്ലാതാക്കുക ഇവറ്റകളുടെ DNA ഉള്ളതാണ്. രാഹുൽ, നീ പ്രണയിച്ചവരാരും നിന്നെ സ്നേഹിച്ചിരുന്നില്ല എന്ന് തിരിച്ചറിയുന്നുണ്ടാവുമല്ലോ ഇപ്പോഴെങ്കിലും. നിന്നെ സ്നേഹിക്കുന്നത് ഇവിടത്തെ അമ്മമാരും സാധാരണക്കാരുമാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കൂ. പുതിയ ദിശാബോധത്തോടുകൂടി. സ്ഥാനമാനങ്ങൾ വരും പോവും, അത് വിഷയമേ അല്ല. മുട്ട എറിയാൻ വന്ന ചകാവ് പീഡനക്കേസിൽ പെട്ടിട്ട് ഈ മുഖ്യനോ മാധ്യമ പ്രവർത്തകരോ ഒരക്ഷരം പോലും ഉരിയാടിയോ? ഇവന്മാരെ കൊണ്ട് പോയി പണി നോക്കട്ടെ. ഈ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പ്രയോഗിച്ച് വിജയിച്ച തന്ത്രം ഒന്നുകൂടെ പയറ്റി നോക്കിയതാ. പക്ഷെ ഇനി ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. ശ്രീ രാഹുൽ, കൂട്ടത്തിൽ താങ്കൾ പറഞ്ഞ കാര്യം വളരെ സത്യമായതാണ്. ഇതിന്റെ ഏറ്റവും മുൻപിൽ പ്രവർത്തിച്ച മഹാൻ എന്ന് പറയുന്നത് റിപ്പോർട്ടർ ടിവിയിലെ അനിൽ എന്ന് പറയുന്ന വിവരദോഷിയാണ്. താങ്കൾ ചെയ്ത കാര്യം സത്യമാണ് എന്ന് കാലം തെളിയിക്കും.
ഉമ്മൻചാണ്ടി സാറിനെ അടുത്ത് ചെയ്തതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ നിന്നും താങ്കളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു കൂട്ടം മാധ്യമ വിചാരകർ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന തൊഴിലാളികളും കാണിക്കുന്ന പരിപാടിയാണ് സത്യമേ ജയിക്കൂ. അവസാനത്തെ വിജയം താങ്കൾക്കൊപ്പമായിരിക്കും. ധൈര്യമായി മുന്നോട്ട് പോവുക. ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് വച്ചാലും വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ താങ്കൾ പൂർവാധികം ശക്തി പ്രാപിച്ച കരുത്തനായി തിരിച്ചു വരും. പ്രിയ രാഹുൽ, നിങ്ങളുടെ വാക്കുകൾക്ക് ഭയങ്കര മൂർച്ചയുണ്ട്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരുന്നതാണ്. ഈ എഴുത്തുകളുടെ ഒരു ഭംഗിയൊന്നും വേറെ തന്നെയാണ്. എന്തെല്ലാം പറഞ്ഞാലും മലയാളികളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. നിങ്ങളുടെ മുൻപിൽ ഒരു വലിയ ഭാവിയുണ്ട്. നിങ്ങളുടെ എഴുത്തുകൾ, സംസാരത്തെയും എല്ലാം കേരള ജനത വളരെ ശ്രദ്ധയോടുകൂടിയാണ് കേൾക്കുന്നതും ശ്രവിക്കുന്നതും. അഭിനന്ദനങ്ങൾ മിസ്റ്റർ രാഹുൽ. അന്തം കമ്മികളുടെ അടിമകളായ മാധ്യമപ്രവർത്തകർക്കും നല്ല കണക്കിന് കൊടുത്തതിന് നന്ദി. കലക്കി രാഹുലെ. ബൈ ദ ബൈ, നീ ഒരു പുൽക്കൊടിയെ പോലെ നോവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത്. രാഹുലിന്റെ ഒരു മാസ് റീ എൻട്രിക്കായി വെയിറ്റിംഗ് ആണ്. രാഹുലിനോടൊപ്പം, രാഹുലിന്റെ നിലപാടുകളോടൊപ്പം എന്ന് പറഞ്ഞ രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ തന്നെയാണ് ഫെനി നൈനാനും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഫെനി നൈനാൻ പറഞ്ഞത് ഇതായിരുന്നു, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകളാണെങ്കിൽ മാത്രമേ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പ്രധാനമായി വരൂ. പക്ഷേ ഇതിപ്പോൾ ഇന്ന് മാധ്യമങ്ങളിൽ വരാനിടയില്ലാത്ത ഒരു വാർത്ത നിങ്ങളോട് പറയാനാണ് ഈ പോസ്റ്റ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്ത ഉണ്ടായിരുന്നു, രാഹുലിന് നിർണായകമെന്ന്. സുപ്രീം കോടതിയിൽ ഒന്നാമത്തെ പരാതിക്കാരി ഹൈക്കോടതി രാഹുൽ നൽകിയ ജാമ്യം തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജി പരിഗണിക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. സുപ്രീം കോടതിയിൽ പരാതിക്കാരി കൊടുത്ത ഹർജി ഇന്ന് ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. ഇനി അങ്ങോട്ട് സത്യം ജയിക്കുന്ന ദിവസങ്ങളാണ്, ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരാൻ പോകുന്ന ദിവസങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും രാഹുൽ പറഞ്ഞതുപോലെ തന്നെയാണ്, സത്യങ്ങൾ ഇനി പുറത്തു വരും. അതിനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി ഏതായാലും സത്യങ്ങൾ പുറത്തു വരട്ടെ. നേരത്തെ ജനങ്ങൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ രാഹുലിന് സ്ഥാനമാനങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല, അതിന് പരാതിയില്ല, പരിഭവങ്ങളില്ല. എന്തായാലും രാഹുൽ എന്ന വ്യക്തി ഈ സമൂഹത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.